ഗൈസ് നമ്മളങ്ങനെ വീട്ടിലെത്തി. അപ്പൊ ഇനി നമ്മളെന്തായാലും എന്നിട്ട് വിശക്കുന്നുണ്ട് ഞാൻ. ചിക്കൻ കറി കഴിക്കും. കാരണം ഇന്നലെ നമ്മൾ ദോശ കഴിച്ചായിരുന്നു. സോ പിന്നെ ബ്രെഡ് കഴിക്കും. ഇവിടെ എല്ലാം സെർവ് ചെയ്ത് തരുന്ന മിസ് അനീന ജോളിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് വെയിറ്റ് പറഞ്ഞാണ് എന്തൊക്കെയാണ്. അപ്പൊ നമ്മള് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു, ബീച്ചായിരുന്നു. നമ്മളിനി അടുത്ത് പോകാൻ പോകുന്നത് വെച്ചാൽ നമ്മള് ജൂസ് സ്ട്രീറ്റിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ അതിനുവേണ്ടി നമ്മൾ റെഡിയായി. നമ്മൾ ഉറക്കമായിരുന്നു, ചെറുതായിട്ടൊന്ന് ഉറങ്ങി 1 മണിക്കൂർ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എഴുന്നേറ്റു. നമ്മളിനി അവിടെ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് പിന്നെ അത് കഴിയുമ്പോൾ ബാക്കി അടുത്ത് മാമ ബൈ. ഗൈസ്, അങ്ങനെ നമ്മളിത് ഇപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ നമുക്ക് പോകാൻ വേണ്ടി. അപ്പം നമ്മൾ ബസ് കയറി പോകണോ ഓട്ടോ കയറി പോകണോ എന്ന് ആലോചിച്ചിട്ടില്ല. അവിടെ ചെന്ന് എല്ലാം ചോദിച്ചിട്ട് വേണം പോകാൻ. അപ്പോഴേ നമ്മളിപ്പോൾ വന്നേക്കുന്നത് എവിടെയാണ്? ജൂസ് സ്ട്രീറ്റിലാണ് ഗൈസ്. നമ്മളിനി പോവുകയാണ്, അതിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. അത് കഴിഞ്ഞ് അവിടുത്തെ ഓരോരോ കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു, എന്നാലും ഓരോന്ന് കാണാലോ, ഇന്നത്തെ ഒരു ദിവസമല്ലേ എന്നൊക്കെ ഓർത്ത് ഞങ്ങളെല്ലാം വെയിലൊക്കെ കൊണ്ട് എന്നാലും കുടയൊക്കെ ഇടുന്നതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ ഒരു സ്പൈസസ് പിന്നെ മറ്റേ ഹാൻഡിക്രാഫ്റ്റ്സിലൊക്കെയാണ്. ഭയങ്കര രസമാണ് ഓരോന്ന് കാണാനായിട്ട് കേട്ടോ. അതിൻ്റെ അവരുടെ ആർട്സ് കൊടുത്തിട്ട് അതിന് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് മുന്നിൽ ആ ഒരു ഷോട്ടിൽ അത് കുറേ ഇങ്ങനെ ആൻറ്റി ഇതുണ്ടോ ഗൈസ്, പല മോഡലിലുള്ള. ഇത് കണ്ടോ, മറ്റേ ഇലയിൽ പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആ, ആലിലാന്ന് തോന്നുന്നു. ഇത് പിന്നെ എന്താ വേറെ തുണിയുടെ ഒക്കെയാണ്. നല്ല രസമുണ്ടോ അതെന്താ. പിന്നെ ഇവിടെ ഇങ്ങനെ പലതരത്തിലുള്ള തുണികൾ. ഓ, ലൈക്ക് മലബാർ ആർട്ട് ആൻഡ് കഫേ. ഇവിടെ ഒക്കെ കുഞ്ഞു കുഞ്ഞു കഫേകളുണ്ട്. മാക്സിമം യൂട്ടിലൈസ് അത് തന്നെ കണ്ടോ. അതിന്റെ മേളിലത്തെ വ്യൂ ആണ്. അതെ, ആ കഫേയുടെ മേളിലത്തെ വ്യൂ ആണ്. ഇത് കണ്ടത്. ഇതുണ്ട് നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഒരു സ്പേസിൽ കൂടി നമുക്ക് കയറി പോകണ്ടേ. അതുകൂടി കയറിപ്പോയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയുണ്ടല്ലേ. ഓ ഗൈസ്, സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നത് ചാക്കോലൊക്കെ ഉണ്ട്. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് നമ്മൊരു കഫേ കണ്ടത്. കഫേ ആണെങ്കിൽ അതിൻ്റെ പാതി ഏരിയ ഇങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസും എല്ലാം ഇങ്ങനെ ഭയങ്കര നല്ല ഭംഗിയായിരുന്നു ഓരോന്നേ കാണാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കി. അതുകഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയ റൂമിലായിട്ട് ഇങ്ങനെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായി. പിന്നെ അവിടെയും കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ അതിൻ്റെ അറ്റത്തായിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ സ്ട്രീറ്റിനെ പറ്റിയുള്ള എല്ലാ സ്റ്റോറിയും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഒരു 10 രൂപ എൻട്രി ഫീ ഉണ്ടായി. അങ്ങനെ വീണ്ടും അവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കുറച്ച് സമയം ഉണ്ടായുള്ളതുകൊണ്ട് എല്ലാം വേഗം വേഗം കണ്ട് തീർക്കുമായിരുന്നു ഞങ്ങൾ. ഗൈസ്, അപ്പം നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ സൈഡുകളിൽ ഇങ്ങനെ കുറേ കടകൾ ഇങ്ങനെ കാണാതെ നമ്മളിങ്ങനെ അതിലേക്ക് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര്യ എന്തേ ബിനോയ്? നല്ല വെയിലുണ്ട്, അത് കാരണം ഇച്ചിരി ക്ഷീണമാവുന്നുണ്ട്. ബസ്സിലാട്ടോ നമ്മള് ഇനി എങ്ങോട്ടെങ്കിലൊക്കെ പോകാം. നമ്മളിപ്പോൾ ബസ്സിലാട്ടോ. നമ്മൾ തോപ്പുംപടിയിലേക്കുള്ള ബസ് കയറിയിട്ട് നമ്മൾ ഇറങ്ങി പോകുന്നത് മേനകയിലോട്ടാണ്. അതെ, അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. നമുക്ക് അവിടെ ചെന്നിട്ട് ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര തോന്നുന്നുണ്ട്. സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല.
കാഴ്ച ബസ്സിൽ കൂടെ പോയപ്പോൾ കാണാൻ കിട്ടി. നല്ല വ്യൂ ആട്ടോ. സ്പീഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും വീഡിയോ എടുത്തേക്കുക. ഗൈസ് നമ്മളങ്ങനെ പെൻഡാമേനകയിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. മനുഷ്യനാണോ? അതല്ല, അല്ല, ബ്രോഡ്വേയുടെ ഉള്ളിലാണ്. ഗൈസ് അങ്ങനത്തെ നമ്മൾ ബ്രോഡ്വേയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. അതെ, അരിയന്ത പോകും. നമുക്ക് പുറകെ തന്നെ പോവാം. കമോൺ ഗൈസ്. ഇവിടെ എങ്ങനെ ഗൈസ് അപ്പോൾ ബ്രോഡ്വേയുടെ ഓരോ മൂലക്കുന്നായിട്ട് ഇതെല്ലാം കണ്ടു നടക്കുക. ബ്രോഡ്വേ കയറണം എന്ന് പറഞ്ഞ് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേയിൽ എത്തിയായിരുന്നു. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴായിരുന്നു ഞങ്ങൾ എത്തിയത്. നല്ല വെയിലുണ്ടായി, പക്ഷെ കയറിയപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല. എന്നാലും പയ്യെ തിരക്ക് കൂടുന്നുണ്ടായിരുന്നു. ഇവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, റീൽസിലൊക്കെ കാണുന്ന പോലെ തന്നെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ. കണ്ടുകഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനം, ഭയങ്കര സന്തോഷമായി എല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ. പിന്നെ അവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നേച്ച്. ഗൈസ് നമ്മൾ ഷേക്ക് കുടിക്കാൻ വേണ്ടി കയറുക കേട്ടോ. ഫുഡ് നമുക്ക് വീട്ടിലുണ്ട്. കേൾക്കാവുന്ന അറിയാം, നമ്മൾ ഹോട്ടലിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. നമ്മളപ്പം ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനും ബിനോയും മാംഗോ ഷേക്കും, അനീനയും മിന്നും ഷാർജ ഷേക്കും ആട്ടോ കുടിക്കുന്നത്. അപ്പോൾ ഷേക്ക് എന്നിട്ട് കാണാം കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മുടെ ഷേക്ക് വന്നിരിക്കുകയാണ്. 2 മാംഗോ ഷേക്കും 2 ഷാർജ ഷേക്കും. ഗൈസ് അങ്ങനെ നമ്മൾ ഷേക്കൊക്കെ കുടിച്ചിട്ട് ഇതാണ് മറൈൻ ഡ്രൈവ്. ഗൈസ് മറൈൻ ഡ്രൈവിൽ വന്നേക്കാണ് നമ്മൾ. സോ നമുക്ക് ഇറങ്ങാം. അതിന് കുറച്ച് നേരം കാറ്റ് കൊള്ളാലോ എന്നൊക്കെ ഓർത്ത് മറൈൻ ഡ്രൈവിൽ പോയിരുന്നു. നമുക്ക് അധികം നേരം ഉണ്ടായിരുന്നില്ല. അതിന് നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാനുള്ള പറഞ്ഞ് വേഗം ഇറങ്ങി അവിടെ നിന്ന്. ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പം മറൈൻ ഡ്രൈവിൽ ചുമ്മാ വെറുതെ ചില്ലാവാൻ വേണ്ടി ഇരിക്കുക. കാരണം നല്ല പുറത്ത് നല്ല വെയിലാണ്. കാരണം നമ്മൾ ബ്രോഡ്വേ ഒക്കെ പോയപ്പോൾ നല്ല തിരക്കുമായിരുന്നു. ക്രിസ്മസിൻ്റെ പിന്നെ വെയിലുമാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് ക്ഷീണിച്ചു പോയി. ഫുഡ് നമുക്ക് വീട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഫുഡ് വീട്ടിൽ നിന്നാണ്. അപ്പം തണുപ്പുള്ളിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷേക്ക് കുടിച്ചത് തന്നെ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി എന്തെങ്കിലും ഒരു അവസരം ഒരുക്കുവാണെങ്കിൽ ബീച്ചിൽ പോയപ്പോൾ നമുക്ക് അത്ര ക്ഷീണം തോന്നില്ല. കാരണം അത് നമ്മൾ വെളുപ്പിനെ പോയതുകൊണ്ട് തന്നെ നല്ല ഇതാ. ബാക്കിലിരിക്കുന്ന വ്യൂ ആട്ടോ. അതെ, ഞാൻ ബ്രോഡ്വേന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കുറേ പാർട്ട് 4 ഒക്കെ ഇടുമ്പോഴത്തേന് ഞാൻ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. കാരണം അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് കാണിക്കുന്നതായിരിക്കും. ഗൈസ് നമ്മളപ്പം എവിടെ കയറാൻ പോവാണ്? ബോട്ടിൽ കയറാൻ പോവാണ്. വീട്ടിൽ പോവാണ്. നേരെ വീട്ടിൽ പോവാ, കഴിക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, പിന്നെ ബാക്ക് ടു അവർ ഡ്യൂട്ടി. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് ബോട്ടിന് പോകാന്ന് ഓർത്ത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ബസ്സിലായിരുന്നല്ലോ, അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ബോട്ടിന് പോകാന്ന് ഓർത്ത്. ഇതാണ് നമ്മുടെ ബോട്ട് എന്ന് തോന്നുന്നു. അതെ ഗൈസ് അങ്ങനെ നമ്മൾ ബോട്ടിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 6 രൂപ ഉണ്ടാവുള്ളൂ ബോട്ടിൽ കയറാൻ. പിന്നെ അതുപോലെ നമുക്ക് അധികം നേരം എടുക്കില്ല. പിന്നെ ഗൈസ് നമ്മളങ്ങനെ വീട്ടിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്താണ് സ്പെഷ്യൽ അതിനോട് പറയും? ചെമ്മീൻ ചോറും നമുക്ക് സാലഡും പപ്പടവും ആട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഫുഡ് കളയുമ്പോൾ പ്രോൺസ് ബിരിയാണി, സാലഡ്, പപ്പടം പ്ലസ് നമുക്ക് ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കഴിച്ചിട്ട് കാണാവേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. നമ്മുടെ യാത്ര ഗൈസ് നമ്മളപ്പോൾ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിൽ മെട്രോയിൽ കയറാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കാനായിട്ട് മെട്രോയിൽ വന്നു. മെട്രോയിൽ നിന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോകണം. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ്. മെട്രോ ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കൊച്ചിയിൽ. നമ്മൾ ഇവിടെ അല്ലാതെ കൊച്ചിയിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മെട്രോ വന്ന്. മെട്രോയിൽ നല്ല തിരക്കായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ബിനോയ്ക്ക് മാത്രമേ സീറ്റ് കിട്ടിയുള്ളൂ. അപ്പം ഞങ്ങൾ എല്ലാവരും നിൽക്കുമായിരുന്നു. കേൾക്കുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ മെട്രോ ഇറങ്ങി നമ്മളിനി ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. സോ ഗൈസ് നമ്മൾ മെട്രോന്ന് ഇറങ്ങി നമ്മളിപ്പം ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഡേ 1 സർപ്രൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ കൊച്ചി ഫുള്ള് വീഡിയോ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് ആഡ് ചെയ്യാനായിരിക്കും. പക്ഷെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വാസം. ലീവ് ഇല്ലാത്തത് കൊണ്ടും
നമുക്ക് വീട്ടിലും പോകണം. സോ നമുക്കതെല്ലാം ഇതാക്കണം. അതായത് നമ്മൾ മാക്സിമം നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടിപൊളി വീഡിയോ ആയിട്ട് നാളെ നമ്മൾ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശ്വാസമാണെന്ന് വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.